വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇത് നമ്മൾ ഇന്നിവിടെ പറയാൻ കാരണം ഇന്ന് വായനാ ദിനമാണ്, വേൾഡ് റീഡേഴ്സ് ഡേ ബേസിക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു പക്ഷേ ഈ കുഞ്ഞുണ്ണി മാഷിന്റെ ചെറു കവിത എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങൾ ഇതിലുണ്ട്. കാരണം ഇൻസ്പിറേഷൻ ആണ്. മാത്രമല്ല എപ്പോഴും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അറിവ് എന്ന് പറയുന്നതാണ് ശരിക്കും എന്താ പറയുക, ഒരിക്കലും ഒരാൾക്കും കട്ടെടുക്കാൻ കഴിയാത്ത ഒരു നിധി നമുക്കുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് ഈ അറിവാണ്. ഒരു അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എഡ്യൂക്കേഷനും ഇൻഫോർമേഷനും ഇതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസിനോടും ഒരിക്കൽ കൂടി കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയിൽ പറഞ്ഞ പോലെ തന്നെ വേൾഡ് റീഡേഴ്സ് ഡേയിൽ നമ്മളും എല്ലാവരോടും പറയുന്നു, അറിവ് നേടുക, വായിക്കുക. യെസ്, സോ ഗ്യാദർ ഇൻഫർമേഷൻ. സോ അതിന്റെ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് എപ്പിസോഡ് ഓൺ ദാറ്റ് നോട്ട്. സോ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ ആൻഡ് നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര പുലികൾ. അപ്പോ ഇന്ന് ലോക വായനാ ദിനമാണ്, വേൾഡ് റീഡേഴ്സ് ഡേ ആണ്. അത് മാത്രമല്ല ഫാദേഴ്സ് ഡേയുമാണ്. അപ്പോ ഇന്ന് ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് നമുക്ക് ഇവിടെ കുറച്ച് സർപ്രൈസസ് ഉണ്ട്. ചെറിയ സർപ്രൈസ് ഉണ്ട്. അത് നമ്മുടെ എപ്പിസോഡിൽ അവസാനമാണ്. അവസാനം മതി. അപ്പൊ നമുക്ക് നമ്മുടെ സീരിയസ് കോമ്പറ്റീഷനിലേക്ക് ആദ്യം കിടക്കാം. യെസ്, നമ്മുടെ സോ ലെറ്റ്സ് വെൽക്കം our first contestant ഭാവന. ഭാവനക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഭയങ്കര മാച്ചിങ് ആട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. സോ ഭാവനക്കുട്ടി, റൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കേ, റൗണ്ട്സ്. ഏത് റൗണ്ടാ മോളെ? മദേഴ്സ് ചോയ്സ്. ഇന്നത്തെ പ്രത്യേകത എന്താ? ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേക്ക് മദേഴ്സ് ചോയ്സുമായി വന്നിരിക്കുകയാണ് നമ്മുടെ ഭാവനക്കുട്ടി. ശരി, അമ്മയോട് ചോദിക്കാം. അമ്മ വന്നിട്ടില്ലേ? അതെ, അമ്മയുടെ ഫേവറേറ്റ് സോങ് ഏതാണ് മോള് പാടാൻ? യെസ്, ഓമനത്തിങ്കൾ പക്ഷി. ആ പാട്ടാണ് ചേച്ചിയുടെയും ഫേവറേറ്റ് ആണോ? അത് ആണ്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അല്ലേ? അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഫാദേഴ്സ് ഡേക്ക് അച്ഛനും കൂടെ അച്ഛനെ അത് ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ, അപ്പൊ മദേഴ്സ് ചോയ്സ് ഫാദേഴ്സ് ഡേക്ക് ഫാദറിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. മകള് പാടിക്കൊണ്ട് മൊത്തം കൺഫ്യൂഷൻ. കുഴപ്പമില്ല, എനിക്ക് വയ്യ. രണ്ടുപേർക്കും കൂടെ പാട്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നന്നായി പാടൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി
വസിച്ചിരിക്കുവതാരോ ആരോ ഓമനത്തിങ്കൾ പക്ഷി നീലത്താമരക്കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത് ഓമനത്തിങ്കൾ പക്ഷി നീലത്താമരക്കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത് ഭാവനക്കുട്ടി ശ്ശോ, നല്ലൊരു ഫ്ലോ, അതെ, നല്ലൊരു ഫ്ലോ പെർഫോമൻസ് ആയിരുന്നു. ഫ്ലോലെസ് പെർഫോമൻസ്, ഐ മീൻ. യെസ്. സോ നമുക്ക് എന്തായാലും നേരെ, അതെ, നമുക്ക് നേരെ കമന്റ്സിലേക്ക് കടക്കാം ഫോർ ദിസ് മെലോഡിയസ് പെർഫോമൻസ്. പറഞ്ഞോളൂ സ്റ്റീഫൻ ചേട്ടാ, കമാൺ. ഭാവന വിജയൻ, എന്തോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ഞാൻ ഭാവന വിജയൻ അതുപോലെ തന്നെ മറ്റുള്ള സിംഗേഴ്സിനൊക്കെ ഞാൻ കമ്പയർ ചെയ്യല്ല. ഭാവനയ്ക്ക് നല്ല ഡൈനാമിക്സ് ഉണ്ട് വോയിസിൽ, നന്നായിട്ട് ഡിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാനും. ശരിക്കും അത് വലിയൊരു പോയിൻ്റാണ് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ, പ്രത്യേകിച്ച് ക്ലാസിക്സ് പാടുമ്പോൾ. അതായത് സലിത അങ്ങനെയുള്ള അവരുടെയൊക്കെ ഭയങ്കരമായിട്ട് ഡൈനാമിക്സ് വച്ച് കഴിഞ്ഞാൽ ഭയങ്കര തട്ടുപടാം. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്, അവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. നല്ലൊരു ഇമോഷണലായിട്ട് വന്നു. യു ജസ്റ്റ് മെയ്ഡ് ഗുഡ് ജസ്റ്റിസ് ഫോർ ദ സോങ്. അത് പിന്നെ ഇങ്ങനെ ഇത് എന്തോ ട്യൂൺ എന്തോ ഒരു റിപ്പീറ്റേറ്റീവ് വരുമ്പോൾ നമുക്ക് ഭയങ്കര വേദന വരുന്നുണ്ട്. അത് ഇതൊരു ഫോക്ക് സോങ് എന്തെങ്കിലും ടച്ച് ഉണ്ടാവും തോന്നുന്നു. സലീൽദ ആയതുകൊണ്ട് ഈസ് വെരി ഇൻ്റലിജൻറ്റ് പേഴ്സൺ. ഭയങ്കര മ്യൂസിക് ഡയറക്ഷനിൽ ആ കമ്പോസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻ്റലിജൻസ് യൂസ് ചെയ്യും. ഇപ്പോൾ എന്തോ ഒരു സാധനം അതിൽ ഇതിൻ്റെ ലൈക്ക് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ കൃഷ്ണേട്ടനായിട്ട് സംസാരിക്കുമ്പോൾ ഹി വാസ് ടെല്ലിങ് മീ ദ സിറ്റുവേഷൻ. ഇതിലിങ്ങനെ കുട്ടി മരിക്കുന്നതും അങ്ങനത്തെ, ഐ മീൻ എന്താ പറയുക, സംഭവങ്ങൾ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആൻസർ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവസാനം ഈ പാട്ടിൻ്റെ ഐ മീൻ എൻഡോട് കൂടി മരിക്കുകയാണ് കുട്ടി. അങ്ങനത്തെ ഒരു ഭയങ്കര എക്സ്ട്രീം ഇമോഷണൽ സംഭവമായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. സോ മേ ബി ആ പെയിൻ ഭയങ്കരമായിട്ട് അത് ഞാനിങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് അത് പാട്ട് ഞാൻ എപ്പോഴും പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെയാണ് നോക്കുക, ഇത് എങ്ങനെ കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക, സിറ്റുവേഷൻ എന്തായിരിക്കും, ഇൻസ്പിറേഷൻ ആണോ ഏതോ എങ്ങനെ വന്നു. അത് ഈസ് ഗ്രേറ്റ്. ഒബ്വിയസ്ലി ഈ പ്രൂവ്ഡ് ആൻഡ് ഈ മെയ്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. താങ്ക് യു. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിക്കാൻ പറ്റിയ തന്നെ വലിയ കാര്യം. സോ താങ്ക് യു ഭാവന ഫോർ ബ്രിങ്ങിങ് ദ സോങ്. നന്നായി പാടി. 2-3 സ്ഥലങ്ങളിലൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ സാരമില്ല, ഇറ്റ്സ് ലൈവ്, ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ എന്ന് പറയുന്നില്ല അത്. പക്ഷേ ഭാവന കൊണ്ടുവന്ന ഫീലും ഈ ഡൈനാമിക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് സാരമാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകൾ കൊണ്ടുവരിക, ഇൻസ്പയർ അസ്. താങ്ക് യു. ബൈ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ഭാവന ആദ്യത്തെ പല്ലവിയിൽ ആക്ച്വലി പാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ അയ്യോ ഭാവന എന്താണ് ഇങ്ങനത്തെ, ഇതിനു മുമ്പ് ഒരു പഴയ പാട്ട് പാടിയല്ലോ മോളിവിടെ, കല്യാണ സോങ് സുശീലാമ്മയുടെ തന്നെ. അപ്പോൾ ഈ പാട്ട് എത്രയോ ഭയങ്കര മനസ്സിനെ നമ്മുടെ പിടിച്ചിങ്ങനെ ഒലച്ച ഒരു പാട്ടാണ് എല്ലാവരുടെയും. എനിക്ക് സുശീലാമ്മയുടെ വോയിസ് എൻ്റെ മെയിൻ അട്രാക്ഷൻ അതാണ്. പിന്നെ ആ സീനും ഭയങ്കര വല്ലാത്തൊരു മൊമെൻ്റാണ് ഈ പാട്ടിൻ്റെ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാവന സെക്കൻഡ് ചരണത്തിൻ്റെ ഒരു പകുതി തൊട്ട്, ഐ മീൻ ഫസ്റ്റ് ചരണത്തിൻ്റെ പകുതി തൊട്ട്, ഹൊയ്യോ ഇറ്റ് വാസ് മാജിക് മോളെ. ആക്ച്വലി സെക്കൻഡ് ചരണമായപ്പോൾ എൻ്റെ കണ്ണിലൊരു ചെറിയൊരു പൊടി കണ്ണുനീര് വന്നു. അപ്പം ഞാൻ അത് മുഴുങ്ങി, കാരണം ക്യാമറ എടുക്കും. അതുകൊണ്ട് ഞാനത് എന്തൊക്കെയോ ആലോചിച്ചത് എടുത്തു കളഞ്ഞു. കുറച്ച് ആ ചരണത്തിൻ്റെ ഫസ്റ്റ് ലൈൻ കുറച്ച് ആ ടേക്ക് ഓഫ് കുറച്ച് തെറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ പാടണോ? ഇളം തെന്നൽ. ഇളം തെന്നൽ
ഓക്കെ മതി, കറക്റ്റാണ്. ഇപ്പൊ കറക്റ്റായി. ഇളം തെന്നെല്ലാം അവിടെ അത്ര ശരിയായില്ല. ഏറ്റവും മാജിക് ഇവിടെ എന്താണ്? കൊന്നു ആ സ്ഥലം ഉപവസിക്കുക. ഓ ഭയങ്കരമായിരുന്നു ആ ഒരു ലൈൻ. അത് വളരെ അപൂർവം ചിലർക്ക് കിട്ടില്ല ആ സുശീലമ്മയുടെ ആ ഒരു ഡൈനമിക്സ്, ആസ് സ്റ്റീഫൻ പറഞ്ഞ പോലെ. പക്ഷെ മോളത് ശരിക്കും 2 സ്ഥലവും ഭയങ്കരമായിട്ട് പാടി മോളെ. താങ്ക്സ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. പാട്ടുകൾ ഇതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഒരു പാട്ട് പഠിക്കുമ്പോൾ ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ഇത് മദേഴ്സ് ചോയ്സിലാണ് മോൾ എടുത്തത് അല്ലേ? അമ്മ ഈ ഒരു ഒറ്റ പാട്ടാണോ പറഞ്ഞ വേറെ ചോയ്സ് ഉണ്ടായിരുന്നോ? വേറെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? പിന്നെ മദേഴ്സ് ചോയ്സ് 2 ചോയ്സ് തന്നതിൽ അമ്മാവൻ പിള്ളയെന്ന് പറഞ്ഞു. ഏതാ? അമ്മാവൻ പിള്ളേ, അമ്മാവൻ പിള്ളേനാ. ഓക്കെ ഓക്കെ. ഏതായാലും നല്ല ചോയ്സ് ആയിരുന്നു അമ്മയുടെ. അങ്ങനെ തന്നെ വേണം. അതെ. ചെറുത് അനിയനല്ലേ അവിടെ ഇരുന്ന്? അയാൾ ഫുൾ കൂടെ പാടിയിരുന്നു കേട്ടോ. പല്ലവി മുഴുവൻ കൂടെ പാടിയിരുന്നു. അനിയൻ വില്ലാളി വീരനാണ്. ഞാൻ പുറത്ത് വെച്ച് പാടിയപ്പോഴാണ് അവൻ കേട്ടത്. ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ ഒന്ന് കൂടെ പാട്ടെന്താ? തിങ്കൾ പക്ഷി പക്ഷി അവനും കൂടെ പാടുണ്ട്. നീലത്താമര കൂടെ പക്ഷി പെറ്റൊരു എല്ലാം പാടുണ്ട്. അവന് പക്ഷികളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അല്ല, അപ്പൊ അടുത്ത സീസണിൽ ഒരു കണ്ടസ്റ്റന്റ് ഉറപ്പായി. താങ്ക് യു സുജാത ചേച്ചി. അപ്പോ വിജയ് ചേട്ടാ. ഭാവന very 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 beautifully sung. ഭാവന ഐ തിങ്ക് സുശീലാമ്മ പാടിയ പാട്ടാണല്ലോ അത്. സോ ഐ തിങ്ക് അത് കേട്ട് പഠിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഒരു സംഭവമാണ്. അതും മോള് ഇത്രയും ഈ ഒരു ചെറുപ്രായത്തിൽ അത്രയും ഒരു ലെജൻഡ് പാടിയിരിക്കുന്ന ഒരു പാട്ട് പഠിച്ച് അതിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെക്കാട്ടിലും നല്ലൊരു ഭാഗ്യമുള്ളൊരു കാര്യമാണ്. ആൻഡ് ഫോർ യു ടു ബി ഏബിൾ ടു ഡു ദാറ്റ് ഈസ് കമൻഡബിൾ. അതായത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ എസ്പെഷ്യലി ആ പോർഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പറയാൻ പറ്റിയത് ഒരു സംഭവമായിരുന്നു. എന്താ എന്നുള്ളത് ആ ഒരു പോർഷൻ. സോ വളരെ ഭംഗിയായിട്ട് പാടി. ചില അവിടെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്തു. സാരമില്ല എന്ന് പറയില്ല, സൂക്ഷിക്കണം കുറച്ചുകൂടെ. പക്ഷേ യു ഡിഡ് ഗുഡ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സോ നമുക്ക് ഇനി മാർക്കിലേക്ക് കടക്കാം. സോ യെസ്, വിജയ് ചേട്ടാ. Yes, 8.5. So Sujata ചേച്ചി. Yes, thank you. So Stephen ചേട്ടൻ. So total 26 marks. Very nice song. Very nice marks. അതെ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പെർഫോമൻസും ഇതേപോലെ അടിപൊളിയാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. സോ നമുക്ക് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. സോണിക. സോണിക. ഹായ് സോണിക. ഭയങ്കര ഭംഗിയാണല്ലോ കാണാൻ. താങ്ക് യു ചേച്ചി. നല്ല രസമുണ്ട്. ഗ്ലിറ്ററിംഗ് ഡ്രസ്സൊക്കെ ആയിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് റൗണ്ട്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? ഫുഡ് ടാപ്പേഴ്സ്. ഫുഡ് ടാപ്പേഴ്സ്. മോളെ അപ്പൊ ഏത് ഫുഡ് ടാപ്പിംഗ് സോങ് ആണ് മോള് പാടാൻ പോകുന്നത്? അസ്സലാം ഇഷ്കും യാരാന്നൊരു പാട്ട്. ഗുണ്ടേ ഫിലിം അല്ലേ, ഹിന്ദി. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ടാപ്പിംഗ് നമ്പർ തന്നെയാണ്. പെർഫോം ചെയ്യാൻ പോലെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ബ്രേക്ക് എന്തായാലും വേണം അല്ലേ? അപ്പൊ നമുക്കൊരു സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, നമുക്കറിയാം. അപ്പൊ അമ്മമാർക്കും മക്കൾക്കും വേണ്ടി അച്ഛന്മാരുടെ വക ഒരു ഡെഡിക്കേഷൻ പെർഫോമൻസ് ഉണ്ട്. अस्सलाम इश्कुम यारा, अस्सलाम इश्कुम, अस्सलाम इश्कुम यारा, अस्सलाम इश्कुम. हाँ मेरी ना है तीर है, हाँ मेरी ना है तीर
असला में इश्कुम यारा असला में इश्कुम. ഞാൻ സർപ്രൈസ് ആയി പോയത് ചുരുങ്ങിയിരിക്കുന്ന ഒരാള് ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് സിംഗിങ് കൊണ്ടത് അമേസിങ്. Thank you sir. സൂപ്പറായിട്ട്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. യെസ്, സോ നമുക്ക് നമ്മുടെ ഈ പെർഫോമൻസ് തുടങ്ങാം. ഇവിടെ സോണിക്ക ഗുണ്ടെ എന്ന് പറയുന്ന ഫിലിമിലെ സോങ് ആണ് പാടാൻ പോകുന്നത് ഫുഡ് ടാപ്പിംഗ് റൗണ്ടിൽ. സോ ഫുഡ് ടാപ്പിംഗ് നമ്പർ തകർക്കൂ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. Thank you. इश्क है वो आतिश हालिम जो जलाए ना जली बुझाए ना बुझे. अपनी सलामती है मांगती तुझसे नजर हो नाज़नी. सलाम से नाकाम से दिल की कई बातें बनी. असला में इश्कुम यारा असला में इश्कुम. 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 हाँ मेरी अना है तीर है. हाँ मेरी अना है तीर है. मेरी अना है तीर है. मेरे यार निशाना तुम. असला में इश्कुम यारा असला में इश्कुम. असला में इश्कुम यारा असला में इश्कुम. सलामती है मांगती तुझसे नजर हो नाज़नी. सलाम से नाकाम से दिल की कई बातें बनी. मार दे या छोड़ दे तू. रख ले दिल या तोड़ दे तू. ऐसा कोई मोड़ दे तू. जिंदगी में हो मजा. हे आज है अंगड़ाइयों में मिल कभी तन्हाइयों में. हुस्न की परछाइयों में खूबसूरत हो गुज़ार. हुस्न गली में से कड़ू. हुस्न गली में से कड़ू. हुस्न गली में से कड़ू. दीवानी हो गई गुम. असला में इश्कुम यारा असला में इश्कुम. असला में इश्कुम यारा असला में इश्कुम. सोच कोई रात ऐसी रात में हो बात ऐसी. बात में बरसात ऐसी जिसमें बेगे मन चला. हे रात का तन्हा सफर हो. इश्क अपने जोर पर हो. जिंदगी में हो बर हो. आग भी हो तन जला. एक बार तो ऐसे हुस्न के. एक बार तो ऐसे हुस्न के. एक बार तो ऐसे हुस्न के. तो रास्ता पर लो दम. असला में इश्कुम यारा असला में इश्कुम. असला में इश्कुम यारा असला में इश्कुम. सलामती है मांगती
असला मैं इश्कुम यारा असला मैं इश्कुम 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 റിയലി നൈസ് സെലക്ഷൻ കേട്ടോ. ഐ തിങ്ക് അത് എങ്ങനെ ചൂസ് ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ യു സീം വെരി കംഫർട്ടബിൾ വിത്ത് ദ സോങ്. യു ആർ വെരി കംഫർട്ടബിൾ. ആ സ്റ്റൈലിലും ആ ഒരു ഗ്രണ്ട് സിംഗിങ്ങും ഒക്കെ നല്ല നല്ല രസമായിട്ട് പാടി. സോ സൂപ്പർ, കീപ് ഇറ്റ് അപ്പ്. അതൊന്നും വേറെ ആറ്റിറ്റ്യൂഡിൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അറബിക് ടച്ച് അല്ലേ? അറബിക് സ്റ്റൈലും ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് വാസ് പെർഫെക്റ്റ്. അമേസിംഗ് പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. നല്ലൊരു വിഷ്വൽ ട്രീറ്റ്, നല്ലൊരു ഫുഡ് ടാപ്പിംഗ് സോങ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നേരെ കമന്റ്സ് ആൻഡ് മാർക്സ് അല്ലേ? ഓക്കെ, സോ വിജയ് ചേട്ടാ കമാൺ. സോണിക, സർ റിയലി നൈസ് സെലക്ഷൻ കേട്ടോ. ഐ തിങ്ക് അത് എങ്ങനെ ചൂസ് ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ യു സീം വെരി കംഫർട്ടബിൾ വിത്ത് ദ സോങ്. നല്ലൊരു എത്രയോ നാളായിട്ട് ആ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കൊണ്ടുവന്ന് പാടിയ പോലെ ഉണ്ടായിരുന്നു. അതാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആദ്യമായിട്ടാണോ കേൾക്കുന്നത് ഈ പാട്ട്, അതോ പഠിച്ചതൊക്കെ? ആദ്യമായിട്ടാ. ആണോ? I mean, that's a good surprise. So really good, you know, give you a good round of applause for that, because നല്ല ത്രോ ഉണ്ടായിരുന്നു വോയിസിന്, ആൻഡ് ഓവറോൾ പെർഫോമൻസിലും ഒക്കെ യു ഡിഡ് ഗുഡ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ താങ്ക് യു വിജയ് ചേട്ടാ. സോ സ്റ്റീഫൻ ചേട്ടാ. സോണിക, സർ സുഹേൽ സെൻ അല്ലേ മ്യൂസിക് ഡയറക്ടർ? അത്യാവശ്യം കുറച്ച് പാട്ടുകളൊക്കെ ഹിറ്റാണ് ആളുടെ ബോംബെയിൽ. ഈ ആൽബം കംപ്ലീറ്റ്ലി അതാണ്. അദ്ദേഹം കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അയാൾ പ്രോഗ്രാമറാണ് ശരിക്കും. ഈസ് എൻ അറേഞ്ചർ പ്രോഗ്രാമർ. കുറേ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഏക്ത ടൈഗറൊക്കെ ചെയ്തു ഹിറ്റ് മൂവി ചെയ്തിട്ടുണ്ട്. സോ ആളുടെ സോങ് കൊണ്ട് നന്നായി. ഞാൻ സർപ്രൈസായി പോയത് സോണികയുടെ തലേന്ന് ഇങ്ങനത്തെ ഉള്ള സ്റ്റൈലൊന്നും വരില്ല. ഇപ്പൊക്കെ കണ്ട അങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ഒരാൾ ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് സിംഗിങ് കൊണ്ടത് അമേസിങ്, സൂപ്പറായിട്ട്. പിന്നെ എടുത്തതെല്ലാം ചില ലോ രജിസ്റ്റർ വരുമ്പോൾ മാത്രം പിച്ച് നമ്മുടെ കൺട്രോളില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം ഭയങ്കര ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ലോ രജിസ്റ്ററാണ്. പക്ഷേ സെയിം ആ പിച്ചിൽ വരുമ്പോൾ യു ആർ വെരി കംഫർട്ടബിൾ. ആ സ്റ്റൈലിലും ആ ഒരു ഗ്രണ്ട് സിംഗിങ്ങും ഒക്കെ നല്ല നല്ല രസമായിട്ട് പാടി. സോ സൂപ്പർ, കീപ് ഇറ്റ് അപ്പ്. അങ്ങനെ പല പല സ്റ്റൈലുകൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകും. അതൊരു നല്ലൊരു ചേഞ്ചാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല പരീക്ഷണങ്ങൾ വിജയിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. സോണിക ആദ്യം കാതോട് കാതോരം പാടി. അത് കഴിഞ്ഞ് ഞങ്ങളെ ഒരു വ്യത്യസ്തമായ ഒരു ശൈലി കേൾപ്പിച്ചത് ഇത് ഒരു നിലാക്കാലമാണ് ജാനകി അമ്മയുടെ. അതൊരു വേറൊരു സ്റ്റൈലിൽ പാടി. ഇത് അതൊന്നും വേറൊരു ആറ്റിറ്റ്യൂഡിൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അറബിക് ടച്ച് അല്ലേ? ഒരു സ്ട്രീറ്റ് സിംഗ് ഏതാ അറബിക് അറബിക് സ്റ്റൈലും ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് വാസ് പെർഫെക്റ്റ്. യുവർ എന്താ പറയുക, ഒരു ഈ സോങ് ശരിക്കും ഓൺ ചെയ്തു നമ്മൾ. അതാണ് ഒരു പാട്ടുകാരിക്ക് ആവശ്യമില്ല. എസ്പെഷ്യലി ഈ ടൈപ്പ് സോങ്സ് അത് കൊണ്ടുവന്നില്ലെങ്കിൽ പോവും. റിയലി ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. സോ വണ്ടർഫുൾ കമന്റ്സ്. സോ അതേപോലെ തന്നെ നമുക്ക് മാർക്സും പ്രതീക്ഷിക്കാം. സോ യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. സോ യെസ്, സുജാത ചേച്ചി. താങ്ക് യു ചേച്ചി. യെസ്, സോ സ്റ്റീഫൻ സ്റ്റീഫൻ ചേട്ടാ. ചേട്ടാ. 26.
വെരി വെരി നൈസ് സ്കോർ. വെരി ഗുഡ് മാർക്സ്. യെസ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് പെർഫോമൻസ് ഇതേപോലെ തന്നെ. ഓക്കേ, ഓൾ ദി ഇതിലും ബെസ്റ്റ്. ഇതിലും നന്നായിട്ട്. ഓൾ ദി ബെസ്റ്റ്. അല്ല 2 പാട്ടുകാരല്ലേ ഉള്ളേ പ്രാവശ്യം? യെസ്. തേർഡ് ഒരു സർപ്രൈസ് ആണ് അല്ലേ നമ്മള്? തേർഡ് നമുക്കൊരു അത് breaking സർപ്രൈസ് session ഉണ്ട്. ഉണ്ടാവും. അപ്കമിങ് സർപ്രൈസ്. കമ്മിങ് സൂൺ. കമ്മിങ് സൂൺ ആണ്. യെസ്. ഓക്കെ, അപ്പോൾ ഈ 2 പേരിൽ ആരായിരിക്കും ഹയസ്റ്റ് എന്നുള്ളതാണെങ്കിൽ ചേച്ചി അവാർഡ് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ അവസ്ഥ അറിയാലോ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. സോ ഇന്ന് 2 പേരെ പാടിയുള്ളൂ, 2 പേരും ടോപ്പ് സ്കോറേഴ്സ് ആണ്. ഓ असला मैं इश्कुम यारा असला मैं इश्कुम असला मैं इश्कुम यारा असला मैं इश्कुम हाँ मेरी अना है तीर है हाँ मेरी अना है तीर है मेरी अना है तीर है मेरे यार निशाना तुम असला मैं इश्कुम यारा असला मैं इश्कुम असला मैं इश्कुम यारा असला मैं इश्कुम ഓമനത്തിങ്കൾ പക്ഷി നീലത്താമരക്കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരത്ത് ഓമനത്തിങ്കൾ പക്ഷി നീലത്താമരക്കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരത്ത് So let me call Bhavana too on the stage. ഇളം തിന്നലുറങ്ങുമ്പോൾ ഇലച്ചിങ്ങിണിക്കൂടിനിൽ ഇളം തിന്നലുറങ്ങുമ്പോൾ ഇലച്ചിങ്ങി So ഭാവന, 2 പേരും ടോപ്പ് സ്കോറേഴ്സ് ആയിരിക്കാണ്. ഹൗ ഡു യു ഫീൽ? നല്ല സന്തോഷമുണ്ട്. 2 പേർക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ? 2 പേരും പെർഫോം ചെയ്തു, 2 പേർക്കും തന്നെ ടോപ്പ് സ്കോറേഴ്സ് ആയി. ഓക്കെ, നമുക്ക് അപ്പൊ ഗിഫ്റ്റ് കളക്ട് നമുക്ക് ഇത് ഒരു ശീലമാക്കിക്കോളൂ. അതെ, എല്ലാ ശീലമാക്കിക്കോളൂ. എപ്പിസോഡിലും എല്ലാ സമയത്തും എല്ലാ പെർഫോമൻസും Continue നല്ല ചെയ്തുകൊണ്ടേ ടോപ്പ് സ്കോർ ഒക്കെ ആയിട്ട് എന്നും ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് ടൈറ്റിൽ വിന്നറൊക്കെ ആയി നമുക്ക് മുമ്പോട്ട് പോവാം അല്ലേ? അപ്പൊ ഓടിപ്പോയിട്ട് ഗിഫ്റ്റ് മേടിച്ചോളൂ ഓടി ഓടി പോയി. 2 പേരും. ഓട്ടത്തിലെ ഒരു മത്സരം ആയിക്കോട്ടെ. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, നമുക്കറിയാം. അപ്പൊ അമ്മമാർക്കും മക്കൾക്കും വേണ്ടി അച്ഛന്മാരുടെ വക വക, yes. ഒരു Special dedication. performance ഉണ്ട്. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിഞ്ഞിന്റെ ചുണ്ടാണ് കണ്ടതയ്യാ ചുണ്ടാണ് കണ്ടതയ്യാ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് So, രജിത്, യെസ്. നമ്മുടെ ഓഡിയൻസ് സൈഡ് ശ്രദ്ധിച്ചോ? ഓഡിയൻസ് ആയിട്ട് ശ്രദ്ധിച്ചു. എന്താണ് നമ്മുടെ പ്രത്യേകത? കണ്ടസ്റ്റൻസിന്റെ അച്ഛന്മാർ ആരും അവിടെ കാണാനില്ല. അച്ഛന്മാരെ അവരൊക്കെ അവിടെ പോയി, ആരും കാണാനില്ല. കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത്രേ ഉള്ളൂ. അത് ഞങ്ങളൊരു സ്പെഷ്യൽ സർപ്രൈസ് വേണ്ടി നമ്മൾ ചെറിയ സംഭവം ചെയ്യാൻ പോവാണ്. ഓ, വേറൊന്നുമല്ല, അതായത് പൊതുവെ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, നമുക്കറിയാം. അത് മാത്രമല്ല, പൊതുവെ എന്താ പറയുക, ഇപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരുടെ അമ്മമാരുണ്ട്. അപ്പം അമ്മമാർക്കും മക്കൾക്കും വേണ്ടി അച്ഛന്മാരുടെ വക വക, yes. ഒരു ഡെഡിക്കേഷൻ സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്. സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, ഡെഡിക്കേഷൻ ആണ്. അപ്പോൾ നമുക്കത് കാണാം. റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? എന്താ അമ്മമാരുടെ മുഖത്ത് ഒരു 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 അവര് ടെൻഷൻ? വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ. അമ്മമാരുടെ മുഖത്തൊക്കെ എന്താണ് നടക്കാൻ പോകുന്നതിന് പിടുത്തില്ലാത്തൊരു ലുക്കാണെങ്കിൽ മനസ്സിലായി. പക്ഷേ ഇത് കൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇപ്പോഴേ Entertainment പറയാണ്, ആയിരിക്കും. this will be one of its kind. So Yes. let's welcome the 8 participants. Fathers. Yeah. everybody wish you a happy Father's Day. Same as you. ഇളമൈ ഇതോ ഇതോ ഇനിമൈ
ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക്. ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക്. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക്. ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക്. വെള്ളിച്ചില്ലം വിതറി തുള്ളിത്തുള്ളി ഒഴുകും പൊറിയുല ചിതറി കാറ്റരുളി പറയാമോ നീ. എന്താണ് സംഗമം എന്താണ് സംഗമം. വെള്ളിച്ചില്ലം വിതറി തുള്ളിത്തുള്ളി ഒഴുകും പൊറിയുല ചിതറും കാറ്റരുളി പറയാമോ നീ. എന്നാണ് സംഗമം എന്നാണ് സംഗമം. मेरे सपनों की रानी कब आएगी तू. मस्तानी कब आएगी तू. लेके जाए जिंदगानी कब आएगी तू. चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू. आए रुत मस्तानी कब आएगी तू. लेके जाए जिंदगानी कब आएगी तू. चलिया तू चलिया. കുയിലിനെ തേടി കുതിച്ചു പായും മാരാ പട്ടുകുപ്പായക്കാരാ നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം. കുയിലിനെ തേടി കുതിച്ചു പായും മാരാ പട്ടുകുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം. तुमसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जानम. तुमसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जानम. जो कभी हम मिले तो समाना दे के है अपना प्यार. ओ मेरे यार ओ मेरे यार. मिलने की तमन्ना है प्यार का इरादा है और एक इरादा है जानम. वो कभी हम मिले तो समाना दे के है अपना प्यार. ओ मेरे यार ओ मेरे यार ओ मेरे यार. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ. രാഗം നീയല്ലേ താളം നീയല്ലേ ആത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ. രാഗം നീയല്ലേ താളം നീയല്ലേ ആത്മസംഗീത ശില്പം നീയല്ലേ. അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ്. ഞാനല്ല പരുന്നല്ല തിരകളല്ല. കാണ കുറയറയൻ
ആരാണ് ആരാണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ ചുണ്ടാണ് കണ്ടതയ്യാ ചുണ്ടാണ് കണ്ടതയ്യാ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് കുട്ടനാടൻ പുഞ്ചയിലെ നിത്യയും തകതകതേതോ നിത്യവെള്ള കുയിലാളെ നിത്യകാരതേതോ കുറ്റു വേണം കുഴൽ വേണം കുരവ വേണം ഓദിത്തി താരാദിത്തി നിത്യൈ തകതേതോ ഓദിത്തി താരാദിത്തി നിത്യൈ തകതേതോ കുട്ടനാടൻ പുഞ്ചയിലെ നിത്യയിലെ കുയിലാളെ നിത്യവെള്ള കുര വേണം കുരവ വേണം ഓദിത്തി താരാദിത്തി നിത്യൈ തകതേതോ ഓദിത്തി താരാദിത്തി നിത്യൈ തകതേതോ ഓദിത്തി താരാദിത്തി നിത്യൈ തകതേതോ ഓദിത്തി താരാദിത്തി നിത്യൈ തകതേതോ Happy Father's Day! എന്തുട്ടിത് കലക്കി കളഞ്ഞല്ലേ ആ തമ്പുരാന്. ഇതെന്തര് കുന്താ ഞാൻ പറയണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ഫാദേഴ്സിന്റെ ഒരു 4-1 ജോഷ് ഉണ്ടായാൽ മതി അല്ലേ? സൂപ്പർ ഫാദേഴ്സ്. A big round of applause to all the fathers over here. All of us, happy Father's Day, brother. Happy Father's Day. யாரது யாரது Tom 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 mabasani da pama sa 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 mama mada da da sa sa ma tom 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 mabasani da pama sa 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 mama mada da da sa sa ma tarigada da tom tarigada da dim tarigada da jenu da ga di thillana da ga dim tarigada di thillana da ga dim സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം സാലഭഞ്ചികകൾ കുടുപിടവ് പതിവില്ല, അതും അഴിക്കണമെന്നാവും അടുത്ത ഘട്ടം അല്ലേ? ശുദ്ധാശുദ്ധങ്ങളൊന്നും കുന്നത്തൂർ കോലത്ത് പതിവില്ല എന്നുണ്ടോ? ഉൻ കൺകളോ തിക്കി തിക്കി പേസി തടികിൻ നെഞ്ചിലെ തക്കത്തെമ്മി തളവഴി ഉൻ കൺകളോ തിക്കി തിക്കി പേസി തടികിൻ നെഞ്ചിലെ തക്കത്തെമ്മി താളമഴി വന്ന് ആടടി കുരുവിയെ കണ്ടിലാൻ ചിരിമണി ചിരുമൊലി കേട്ടിലാൻ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ഈ സൂപ്പർ സ്റ്റാർ ജൂനിയർ തീരുന്നവരെ ഇങ്ങനെ ഇരിക്കണം ഞങ്ങൾക്ക് കാണാൻ. തള്ളേക്കാലിപ്പോ തീരണില്ലെന്ന്. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യം തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പരിപ്പുവട പക്കുവട കൊക്കുവട പപ്പടവട നമ്മുടെ വായിൽ ചടപടപട നമ്മുടെ വായിൽ ചടപട. പഠിക്കാൻ പാട്ടിൽ പുസ്തകപ്പുഴെന്ന് മനസ്സിലായി. കണക്കറുങ്കുയിലേ കച്ചേരിക്ക് വരിയാ 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 വരണേ വരണേ. എൻ്റെ പൊന്നു മോളെ, എന്താണ് അത്ഭുതമാണ് കേട്ടോ. ആലുമാ ഡോലുമായി സാലങ്കടി മാലുമാ തെരിച്ച് ഗലീജിനെ ക്രാക്കി വൂട്ടാ സാലും. തണ്ടട് വലികേട്ട് പറയേണ്ട പടമട്ട് മൊഴികളിൽ അലിയുടെ തകിരടി മുറുകി തണ്ടട് വലികേട്ട് പറയേണ്ട പടമട്ട് മൊഴികളിൽ അലിയുടെ തകിരടി മുറുകി തരികിടത് മൃതത്തൈ താകിടത് മൃതത്തൈ തരികിടത് മൃതത്തൈ. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.